നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ക്രിക്കറ്റ് ലീഗ് അതിൻ്റെ ഒരു ഒഴുക്കിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ നാലാമത്തെ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ വെറും 3 റണ്ണിനാണ് തോൽപ്പിച്ചത്. അത്യന്തം ആവേശകരമായ മത്സരത്തിൽ, അങ്ങനെ തന്നെ പറയണം, അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് 20 ഓവറിൽ 148 റണ്ണാണ് 5 വിക്കറ്റ് നഷ്ടത്തിലെടുത്തത്. പകരം 149 റണ്ണിൻ്റെ വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 19 ഓവറിൽ 145 റണ്ണെടുക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും എല്ലാ ബാറ്റർമാരും പുറത്തായി. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് വേണ്ടി വരുൺ നായനാർ 22 റണ്ണടിച്ചു, അഖിൽ സ്കറിയ 26 റണ്ണടിച്ചു, സൽമാൻ നിസാർ 37 പന്തിൽ 47 റണ്ണടിച്ചു, 2 ബൗണ്ടറിയും 2 സിക്സറും അടക്കം. കൃഷ്ണദേവൻ 17 ബോളിൽ 40 റണ്ണടിച്ചു. അവസാനം കൃഷ്ണദേവൻ്റെ അടിയാണ് തകർത്ത് കളഞ്ഞത്. 2 ഫോറും 4 സിക്സറുകളുമാണ് കൃഷ്ണദേവൻ അടിച്ചു കൂട്ടിയത്. എന്നാൽ ഈ 149 റണ്ണ് വിജയലക്ഷ്യം അത്ര വലുതൊന്നും ആയിരുന്നില്ല, പ്രത്യേകിച്ചും കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ പോലെ ഒരു മികച്ച ടീമിനെ. പക്ഷേ കൊച്ചി 3 റൺ അകലെ വീണു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം, ആ യാഥാർത്ഥ്യം. അപ്പം അതിൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഒരു ബാറ്ററും പിടിച്ചു നിന്നില്ല. ഒടുക്കം ഏതാണ്ട് പകുതിയിലധികം അവസാന വാലറ്റക്കാരിലേക്ക് കടക്കുമ്പോഴാണ് സുരേഷ് സച്ചിൻ 32 റണ്ണടിച്ചത്. 19 പന്തിലായിരുന്നു 32 റണ്ണടിച്ചത്. 2 ഫോറും 2 സിക്സറുകളും അടങ്ങുന്നതാണ്. അതുപോലെ മുഹമ്മദ് ആഷിഖ് സുരേഷ് സച്ചിന് നല്ല പിന്തുണ കൊടുക്കുകയും 23 റണ്ണടിച്ചു 10 പന്തിൽ നിന്ന്, 1 ഫോറും 2 സിക്സും. ഇങ്ങനെ കളിച്ച അവരെ സംബന്ധിച്ചിടത്തോളം 3 റൺ അകലെ വെച്ച് തോൽവി വഴങ്ങേണ്ടി വന്നു. കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആത്തിഫ് ബിൻ അഷ്റഫ്, അഫ്താബ്, അതുപോലെ ഹരികൃഷ്ണൻ, ഈ 3 പേരും 2 വീതം വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ അഖിൽ സത്താറും അഖിൽ സ്കറിയയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. എന്തായാലും കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് 3 റണ്ണിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ തോൽപ്പിച്ചിരിക്കുന്നു.